നമസ്കാരം. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ അർഷിദിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതി അഷ്കർ കൊടും ക്രിമിനലാണെന്ന് വെളിപ്പെടുത്തൽ. 1.5 വയസ്സുകാരന്റെ മരണത്തിന് പിന്നിലെ ഇയാളുടെ ആദ്യ ഭാര്യ ആമിന നേരിട്ട സമാനതകളില്ലാത്ത ക്രൂരതകളൊക്കെ തന്നെയാണ് പുറത്തുവരുന്നത്. ശാരീരിക പീഡനങ്ങളെ തുടർന്ന് 18-ാം വയസ്സിൽ കോമയിലായ ആമിന കഴിഞ്ഞ 2 വർഷമായി മരണത്തോട് മല്ലടിച്ച് ചികിത്സയിലാണ്. അഷ്കറിനെതിരെ മുൻപ് 6ഓളം തവണ നെടുമങ്ങാട് പോലീസിൽ പരാതി നൽകിയിട്ടും ഉദ്യോഗസ്ഥർ ഇയാൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് പെൺകുട്ടിയുടെ കുടുംബം വെളിപ്പെടുത്തുകയാണ്. കേരളത്തെ ഒന്നടങ്കം നടുക്കിയ നെടുമങ്ങാട് ചൈൽഡ് മർഡർ കേസിലെ പ്രതി അഷ്കറിന്റെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 1.5 വയസ്സുകാരൻ അർഷിദിന്റെ തല ഭിത്തിയിലിടിച്ച് കൊലപ്പെടുത്തിയ പ്രതി തന്റെ ആദ്യ ഭാര്യയോടും ഇതേ ക്രൂരത ആവർത്തിച്ചിരുന്നുവെന്ന് പെൺകുട്ടിയുടെ മാതാവ് ഷൈല വ്യക്തമാക്കുന്നു. +2 പഠനം കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേരാനിരുന്ന ആമിനെ വീട്ടുകാരില്ലാത്ത സമയം നോക്കി അഷ്കർ നിർബന്ധിച്ച് വിളിച്ചിറക്കി കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ നിക്കാഹ് നടത്തിയെങ്കിലും അതൊരു നരകതുല്യമായ ജീവിതമായിരുന്നുവെന്നാണ് കുടുംബം ഓർക്കുന്നത്. സ്വന്തം വീട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ട ആമിനെ അഷ്കറും അയാളുടെ ഉമ്മയും സഹോദരിയും ചേർന്ന് വലിച്ചഴിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോവുകയും ക്ലോസറ്റിൽ തലയിടിപ്പിക്കുകയും ചെയ്തു. ക്രൂരമായ മർദ്ദനങ്ങൾ പതിവായതോടെ പെൺകുട്ടിയുടെ തല ഭിത്തിയിൽ ഇടിപ്പിക്കുകയും 2 ചെവികളും അടിച്ചു തകർക്കുകയും ചെയ്തു. ഒരിക്കൽ നിർബന്ധിച്ച് വിഷം കഴിപ്പിച്ച ശേഷം ബോധം കെട്ട ആമിനെ ഫാനിൽ കെട്ടിത്തൂക്കി ആത്മഹത്യയാക്കുവാൻ വരെ അഷ്കർ ശ്രമിച്ചു. കഴിഞ്ഞ 2024 ചെറിയ പെരുന്നാൾ സമയത്താണ് മൂക്കിൽ നിന്നും ചോരയൊലിച്ച് മരണശയ്യയിലായ നിലയിൽ ആമിനെ പിതാവ് അഷ്കറിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നത്. തലച്ചോറിലേറ്റ് കടുത്ത ആഘാതം കാരണം രക്തം കട്ടപിടിച്ച പിന്നീട് അത് ട്യൂമറായി മാറുകയായിരുന്നുവെന്നാണ് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നത്. കഴിഞ്ഞ 13 മാസത്തോളം പൂർണ്ണമായും കോമയിലായിരുന്ന പെൺകുട്ടിക്ക് ഓപ്പറേഷന് ശേഷം ഇതുവരെ സംസാരിക്കാനോ നടക്കാനോ കഴിഞ്ഞിട്ടില്ല. മകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആശുപത്രി ആവശ്യങ്ങൾക്കായി മുൻപ് അഷ്കറിന് നൽകിയ 50,000 രൂപ തിരികെ ചോദിച്ച ആമിനയുടെ മാതാവിനെയും ഇയാൾ വെറുതെ വിട്ടില്ല. സ്വന്തം മകൻ മരിച്ച ദിവസങ്ങൾ മാത്രം കഴിഞ്ഞ ദുരന്ത പശ്ചാത്തലത്തിൽ ആശുപത്രിയിൽ വെച്ച് ഷൈലയെ അഷ്കർ നിലത്ത് ചവിട്ടി ക്രൂരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അഷ്കറിന്റെ മർദ്ദനത്തിനെതിരെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ 6ഓളം തവണ പരാതി നൽകിയെങ്കിലും പ്രതിക്ക് അനുകൂലമായ നിലപാടാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചതെന്ന ഗുരുതരമായ ആരോപണവും മാതാവ് ഉന്നയിക്കുന്നുണ്ട്. ടാക്സി ഡ്രൈവറായ അഷ്കർ രാത്രികാലങ്ങളിൽ നിരവധി ഡാൻസുകാരികളുമായിട്ടായിരുന്നു കൂട്ടുകൂടിയിരുന്നത്. ആമിന വെന്റിലേറ്ററിലായിരുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു സ്ത്രീ ആശുപത്രി പരിസരം രക്ഷിക്കാൻ എത്തിയിരുന്നതായും കുടുംബം പറയുന്നുണ്ട്. നിലവിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അഷ്കറിനൊപ്പം പിടിയിലായ അഖിലയും ഒരു ഡാൻസറാണ് എന്നത് ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന പിതാവും മാതാവും നാട്ടുകാരുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നിലവിൽ ആമിനയുടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശാരീരിക അവസ്ഥ മോശമായതിനാൽ അഷ്കറുമുള്ള വിവാഹബന്ധം ഏർപ്പെടുത്താൻ പോലും ഈ കുടുംബത്തിന് ഇതുവരെ സാധിച്ചിരുന്നില്ല. കുഞ്ഞിന്റെ കൊലപാതകത്തിന് പിന്നാലെ അഷ്കറിന്റെ പഴയകാല ക്രൂരതകൾ കൂടി പുറത്തു വന്നതോടെ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ മുൻകാല വീഴ്ചകളെക്കുറിച്ചും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. നെടുമങ്ങാടെ ഈ കുരുന്നിന്റെ കൊലപാതകത്തിൽ പ്രതികരിച്ച് കുഞ്ഞിന്റെ അച്ഛൻ അഖിലിന്റെ പിതാവ് സുനിൽകുമാറും രംഗത്ത് വന്നിട്ടുണ്ട്. അഷ്കറിന് മുൻപ് അഖിലിക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നുവെന്നും ഇത് മകൻ കണ്ടെത്തിയെന്നും പിതാവ് പറയുന്നു. പ്രശ്നം വിദ്ര പോലീസ് സ്റ്റേഷൻ വരെ എത്തി. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അഖില മകനുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു. വീട്ടിലെത്തിയ മകൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നും പിതാവ് പറയുന്നുണ്ട്. കുഞ്ഞിന്റെ മരണത്തിൽ അഖിലയുടെ ഡാൻസ് ടീച്ചറുടെ പങ്ക് അന്വേഷിക്കണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ഡാൻസ് ടീച്ചറാണ് മകനെയും അഖിലെയും ബന്ധപ്പെടുത്തിയത്. ഇവർ തന്നെയാണ് അഷ്കറിനെയും അഖിലെയും ബന്ധപ്പെടുത്തിയത്. കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ ആക്കുമെന്ന് ടീച്ചർ അറിയിച്ചിരുന്നു. പക്ഷേ പിന്നീട് വിവരമൊന്നും ഉണ്ടായിട്ടില്ല. കുഞ്ഞ് മരിച്ച ശേഷം ഡാൻസ് ടീച്ചർ വിളിച്ചിട്ടില്ല. ഇവരുടെ പങ്ക് പരിശോധിക്കണം. കുഞ്ഞിനെ ഏറ്റെടുക്കാനുള്ള ശ്രമം 2-3 മാസമായി നടന്നു വരികയായിരുന്നു. കുഞ്ഞിനെ മർദ്ദിച്ചിരുന്ന കാര്യം അറിഞ്ഞില്ല എന്നും സുനിൽകുമാർ പറയുന്നു. പ്രതി അഷ്കറിന്റെ വാഹനം ഒരു സംഘം അടിച്ചു തകർത്ത റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. അജ്ഞാത സംഘമാണ് വാഹനം അടിച്ചു തകർത്തത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. പനവൂരിലെ വാടക വീടിന് മുന്നിലെ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനമായിരുന്നു അടിച്ചു തകർത്ത നിലയിൽ കണ്ടെത്തിയത്. ബൈക്കിലെത്തിയ 2-അംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ടാക്സി തൊഴിലാളിയായിരുന്നു അഷ്കർ. 6 മാസം മുൻപാണ് അഷ്കർ പനവൂരിലെ വാടക വീട്ടിലേക്ക് എത്തിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. 2 മാസം മുൻപാണ് അഖിലയും കുഞ്ഞും ഇവിടേക്ക് എത്തിയത്. അധികം സഹകരണമില്ലാത്ത പ്രകൃതക്കാരായിരുന്നു അഷ്കറും അഖിലയും. കുഞ്ഞിനെ അധികം പുറത്തേക്ക് കണ്ടിരുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. അഷ്കറും അഖിലയും താമസിച്ചിരുന്ന വീടിന് സമീപം അധികം വീടുകളില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ഇത്തരത്തിലൊരു വീട് തിരഞ്ഞെടുത്തതാണോ എന്ന സംശയമാണ് നാട്ടുകാർ ഉയർത്തുന്നത്.